നമ്മുടെ നാട്ടിൽ ഉപജീവനം നടത്തുന്ന ഒരുപാട് വേശികളുണ്ട്. ആ വേശികളുടെ ഇടയിൽ വ്യത്യസ്തനായ ഒരു പുരുഷ വേശിയാണ് ഇയാളുടെ പേര് ജബ്ബാർ മാഷ്. ഈ നായക്ക് 2014 ശേഷമാണ് പുടുക്ക് മുളച്ചത്. എന്തായാലും ഇവന്റെ വീഡിയോ ഒന്ന് കാണാം. മാതൃഭാഷയായിട്ട് ഉപയോഗിക്കുന്ന ലോകത്തെ കുറച്ച് ആളുകൾക്ക് മാത്രം ഈ പടച്ചോന്റെ വെളിച്ചം കിട്ടിയാൽ മതിയെന്നും അവർ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയും, ബാക്കി ഈ അറബി ഭാഷ അല്ലാത്ത ലോകത്ത് ആയിരക്കണക്കിന് ഭാഷ സംസാരിക്കുന്ന കോടാനുകൂടി മനുഷ്യന്മാർക്കൊന്നും ഇത് മനസ്സിലാക്കി ഈ ശരിയായ മാർഗത്തിലൂടെ ജീവിച്ച് സ്വർഗം നേടേണ്ടതില്ല എന്നുമാണ് നിങ്ങളുടെ ഈ പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പടച്ചോനായിരിക്കാനുള്ള യോഗ്യതല്ല എനിക്ക്. കാരണം ഒരു പടച്ചോന് തന്റെ സൃഷ്ടികളായിട്ടുള്ള എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയണം. ലോകത്തെ ഏത് ഭാഷ സംസാരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു പടച്ചോൻ ആ മനുഷ്യന്മാരുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ വടക്കെടുത്തിട്ട് ആ പ്രാദേശിക ഭാഷയിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരോട് ആശയവിനിമയത്തിൽ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ ആ പടച്ചോന് കാശിന് കൊള്ളൂലെന്ന് ജബ്ബാർ മാഷ് എന്ന മൂഢനായ ഈ നാറി പറയുന്നത് ഇസ്ലാം മതത്തിന്റെ മാതൃഭാഷ അറബിയാണെന്നും അറബി അറിയുന്നവർക്ക് മാത്രം അള്ളാഹു ദൈവമായിട്ടുള്ളതെന്നും മറ്റുള്ള ഭാഷ അറിയുന്നവർക്ക് അള്ളാഹു ദൈവമല്ല എന്നുമാണ് ഇയാൾ പറയുന്നത്. അള്ളാഹു ഈ ഭൂമിയിലേക്ക് 1,25,000 പരം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അവരെല്ലാം വന്നത് ഈ ലോകവും അതിലുള്ള സർവ്വചരാചരം സൃഷ്ടിച്ചത് ഏക ദൈവമായ അള്ളാഹു ആണെന്ന് ജനങ്ങളോട് പറയുവാൻ വേണ്ടിയാണ് വന്നത്. നിർഭാഗ്യവശാൽ അവരുടെ പ്രബോധനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അന്നത്തെ കാലത്തുള്ള കുറേ ജനങ്ങൾ ഈ പ്രവാചകന്മാരുടെ വാക്കുകൾ വിശ്വസിച്ചിരുന്നു. അന്നത്തെ കാലത്ത് വിശ്വസിക്കാത്ത ജനങ്ങൾ ഈ പ്രവാചകന്മാരുടെ നേർക്ക് കൊലവിളിയുമായി പാഞ്ഞെടുത്തപ്പോൾ പാതി വഴിയിൽ പ്രബോധനം ഉപേക്ഷിച്ചുകൊണ്ട് ഈ പ്രവാചകന്മാർ പിൻവാങ്ങിയിരുന്നു. ഈ പ്രവാചകന്മാരെ വിശ്വസിച്ചു പോന്നിരുന്ന ജനങ്ങൾ പിന്നീട് ഈ പ്രവാചകന്മാരുടെ രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവസാനം വന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഏകനായ ദൈവത്തെ കാണിച്ചു തരുവാൻ വേണ്ടി ഇസ്ലാം മതം രൂപീകരിച്ചു. അങ്ങനെ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത് ഇപ്രകാരമായിരുന്നു. അള്ളാഹു തന്റെ സൃഷ്ടികളിൽ ഒരാളായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നത്തെ കാലത്ത് ആൾക്കാർ സംസാരിച്ചു പോന്നിരുന്ന അറബി ഭാഷയുടെ ശബ്ദരൂപേണ ചെവിയിൽ ഓതി കൊടുക്കാൻ നിർത്തി. പിന്നീട് നബിയും അനുയായികളും ആ ഖുർആന്റെ വാക്യങ്ങൾ മനഃപ്പാഠമാക്കുകയും പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അനുയായികൾ അന്നത്തെ കാലത്ത് സംസാരിച്ചു പോന്നിരുന്ന അറബി ഭാഷയിൽ മുസാഹിഫ് രൂപത്തിൽ ക്രോഡീകരിക്കുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് സ്വന്തം അനുയായികളോട് ഇപ്രകാരം പറയുകയുണ്ടായി: ഇനി വരുന്ന ഇസ്ലാം മത വിശ്വാസികൾക്ക് പരിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ ഏത് ഭാഷയാണോ അവർ സംസാരിക്കുന്നത് ആ ഭാഷയിലേക്ക് മാറ്റിക്കൊണ്ട് അവർക്ക് പരിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ ഓതാം. കാരണം അറബി ആയിരിക്കണം. കാരണം അറബി ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വാക്കുകൾ ധിക്കരിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അനുയായികളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ജബ്ബാർ മാഷ് എന്ന പരമനാറിയോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ഭാര്യ ജബ്ബാർ മാഷ് എന്ന നിങ്ങളുടെ ഭാര്യ ഒരു 10 പേരുമായി കിടക്ക പങ്കിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന മക്കൾ തീർച്ചയായും നിങ്ങളുടേതാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ കൂടാതെ വേറെ 10 പേർ ഇവിടെ വെയിറ്റിംഗിലാണ്. അപ്പോൾ ജബ്ബാർ മാഷെ ഒരു കുട്ടിക്ക് ഒരു തന്തയെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ജബ്ബാർ മാഷ് എന്ന പരമനാറി, നീ ആദ്യം പോയിട്ട് നിന്റെ മക്കളുടെ പിതൃത്വം ആരാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ടത് താനാണെന്ന് ഉറപ്പിക്കാൻ നോക്ക്.